നടി കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസത്തിൻ്റെ നാളുകളാണെന്ന് തന്നെ പറയാം. ഭർത്താവായ ദിലീപ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളിയല്ലെന്ന് കോടതി വിധി വന്നിരിക്കുന്നു. കുറ്റപ്പെടുത്തലുകളുടെയും അധിക്ഷേപങ്ങളുടെയും നാളുകൾ ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു. 8.5 വർഷങ്ങളാണ് ഈ കേസ് മുന്നോട്ടു പോയത്. ഇതിനിടെ കാവ്യ ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറിനിന്ന ഒരു കാലമുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് നടി സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യമറിയിച്ചത്. ഇതിനിടെ സിനിമാ ലോകത്ത് കാവ്യയ്ക്കുണ്ടായിരുന്ന പല സൗഹൃദങ്ങളും ഇല്ലാതായി. ഗായിക റിമി ടോമിയും കാവ്യ മാധവനും ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരുടെയും കരിയറിലെ വളർച്ച ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. മീശ മാധവൻ എന്ന ചിത്രത്തിൽ ദിലീപ് കാവ്യ നായികയായപ്പോൾ റിമി ഈ സിനിമയിലെ ഗാനത്തിലൂടെ ശ്രദ്ധ നേടി. പിന്നീടങ്ങോട്ട് രണ്ടുപേരുടെയും പടിപടിയായുള്ള വളർച്ചയാണ് സിനിമാ ലോകം കണ്ടത്. കാവ്യ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികാനടിയായി. റിമി പിന്നണി ഗാനവും സ്റ്റേജ് ഷോകളുമെല്ലാമായി വലിയ ജനപ്രീതി നേടി. ഉയർച്ചയിലും ഇവരുടെ സൗഹൃദം ദൃഢമാകുകയായിരുന്നു. വിദേശ ഷോകളിൽ ഇവർ മിക്കപ്പോഴും ഒരുമിച്ചായിരുന്നു. ഞാൻ കണ്ടു തുടങ്ങിയതു മുതൽ മലയാള സിനിമയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നായിക കാവ്യയാണ്. നല്ല സുഹൃത്താണ്. പാലായിലുള്ള വീട്ടിൽ ആ വഴി പോകുമ്പോൾ വിളിച്ചില്ലെങ്കിലും കയറി വരാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. നല്ലൊരു മനസ്സുള്ളയാളാണ് കാവ്യയെന്ന് ഒരിക്കൽ റിമി ടോമി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നിരവധി വേദികളിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം പ്രകടമായിരുന്നു. റിമി ആങ്കറായിരുന്ന 113 എന്ന ഷോയിൽ 2 തവണ കാവ്യ അതിഥിയായി വന്നിട്ടുണ്ട്. എന്നാൽ ഏറെക്കാലമായി ഇവരെ ഒരുമിച്ച് കാണാറേയില്ല. എന്താണ് ഈ സൗഹൃദത്തിന് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റിമി കാവ്യയെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ കാവ്യ തിരിച്ചു ഫോളോ ചെയ്യുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ദിലീപിന് എതിരെയാണ് ബാധിച്ചത്. നടി ആക്രമിക്കപ്പെട്ട വിവരമറിഞ്ഞ് കാവ്യയെ വിളിച്ചപ്പോൾ കാവ്യയുടെ പ്രതികരണത്തിൽ ഞെട്ടലില്ലായിരുന്നുവെന്നും ഇത് അസ്വാഭാവികമായി തോന്നിയെന്നും റിമി അന്ന് പറഞ്ഞു. കോടതിയിൽ റിമി മൊഴി മാറ്റിയിട്ടുമില്ല. ഈ സംഭവം കാരണം കാവ്യ റിമിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചോ എന്ന ചോദ്യവുമുണ്ട്. തനിക്കും ഭർത്താവിനുമുണ്ടായ പ്രശ്നങ്ങൾ കാവ്യ പെട്ടെന്നൊന്നും മറക്കില്ലെന്ന് ഉറപ്പാണ്. ഒരിക്കൽ ഇതേക്കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഓരോ നിമിഷവും മറന്നു പോകരുതെന്ന് ദിലീപേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ട്.